സുവിശേഷത്തിൽ ഇപ്രകാരം പറയുന്നു: എന്നാൽ അവനെ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രയധികമായി സ്നേഹിച്ചു. ലഭിക്കുമ്പോഴല്ല, നൽകുമ്പോഴാണ് സ്നേഹം പ്രകടമാകുന്നത്. ബിഷപ്പായി സേവനം ചെയ്ത് പിന്നീട് വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ട വൈദികനാണ് സെന്റ് നിക്കോളാസ്. അദ്ദേഹം ഓരോരുത്തരുടെ വീട്ടിൽ ചെന്ന് അവരുടെ വിശേഷങ്ങൾ അറിഞ്ഞ് അവരുടെ കഷ്ടപ്പാട് മനസ്സിലാക്കി അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവർക്ക് വേണ്ടത് ഒരു സമ്മാനപൂതിയായി ക്രിസ്മസ് തലേന്ന് അവരുടെ ഉമ്മറത്ത് കൊണ്ടുവന്ന് എത്തിച്ചിരുന്നു. വിശുദ്ധ നിക്കോളാസ് ആണ് ഇന്ന് സാന്താക്ലോസ് എന്നറിയപ്പെടുന്നത്. നമുക്കും ഇങ്ങനെ മറ്റുള്ളവരുടെ ജീവിതത്തിലെ സാന്താക്ലോസ് ആയി മാറാം. വിശുദ്ധ ഫ്രാൻസിസ് അസീസി പ്രാർത്ഥിച്ചതുപോലെ സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കാൻ നമുക്ക് കഴിയട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം.